കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നമ്മളങ്ങനെ ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും അനുഗ്രഹാശിസ്സുകളോടെ 35-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഹിമവാൻ ചോദിക്കുകയാണ് അമ്മയോട്, അമ്മേ, ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന അഷ്ടാംഗ യോഗത്തെ പറഞ്ഞു തന്നാലും ആത്മതത്വം മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണം ജഗദീശ്വരി എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീദേവി പറയാൻ തുടങ്ങി, യോഗം വാനിലും ഭൂമിയിലും പാതാളത്തിലും ഒന്നും അല്ല സ്ഥിതി ചെയ്യുന്നത്. ജീവാത്മാ പരമാത്മാ ഐക്യമാണെന്നാണ് യോഗവിത്തുകൾ പറയുന്നത്. അഷ്ടാംഗ യോഗത്തെ മുടക്കുവാൻ ഷഡ്ഭാവങ്ങളുണ്ട്. കാമം, ക്രോധം, മതം, മോഹം, ലോഭം, മാത്സര്യം എന്നിവയാണത്. ഈ ഭാവങ്ങളെ അഷ്ടാംഗ യോഗം കൊണ്ട് നിശേഷം മാറ്റിയിട്ട് വേണം യോഗികൾ യോഗം പ്രാപിക്കാൻ. അഷ്ടാംഗ യോഗം കൊണ്ട് സാധന ചെയ്യണം. യമം, നിയമം, പ്രാണായാമം, ആസനം, ധാരണ, ധ്യാനം, സമാധി, ഇതാണ് അഷ്ടാംഗങ്ങൾ. അഹിംസ, സത്യം, അസ്തേയം, ദയ, അതുപോലെ ശൗചം, ധൃതി, ക്ഷമ, ബ്രഹ്മചര്യം, മിതാഹാരം, മാർജവം എന്നീ 10 കാര്യങ്ങളാണ് യമം എന്ന യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിയമവും 10 തരത്തിലുണ്ട്. തപസ്, ആസ്തിക്യം, സന്തോഷം, ദാനം, പൂജ, ജപം, ഹോമം, ഹ്രീ, മതി, സിദ്ധാന്ത, ശ്രവണം, ഇതാണ് നിയമം. അപ്പൊ യമം, നിയമം എന്നിവയെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ. ഇനി ആസനം 5 തരത്തിലാണ്. ഏതാണ്? പത്മാസനം, സ്വസ്തികാസനം, ഭദ്രാസനം, വജ്രാസനം, വീരാസനം, ഇങ്ങനെയാണ്. തുടക്കുമേലെ കാൽ രണ്ടും വെച്ച് കൈകളെ പിണച്ച് കാലിലെ തള്ളവിരൽ പിടിക്കുന്നതാണ് യോഗികൾക്ക് ഏറ്റവും പ്രിയമായ പത്മാസനം. തുടക്കം മുട്ടിന് മീതെ കാല് കയറ്റി വെച്ച് നീണ്ടു നിവർന്നിരിക്കലാണ് സ്വസ്തികം. അണ്ടത്തിന്റെ താഴെ 2 ഭാഗത്ത് ഞെരിയാണികൾ വെച്ച് കാൽമടമ്പുകൾ കൈകൊണ്ട് പിടിച്ചിരിക്കലാണ് ഭദ്രാസനം. ഒരു കാല് തുടമേൽ കയറ്റി വെച്ച് മറ്റേ കാൽ താഴത്ത് വെച്ച് നിവർന്നിരിക്കലാണ് വീരാസനം. ഇനി പ്രാണായാമം, അത് പറഞ്ഞുതരാ. പ്രാണവായുവിന് ഇടാ നാഡി വഴി 16 മാത്രയാൽ അകത്തേക്കെടുത്ത് കുംഭകം ചെയ്ത് 64 മാത്ര പിടിച്ചു നിർത്തണം. പിന്നീട് പിങ്കളയിൽ കൂടെ 32 മാത്ര കൊണ്ട് പുറത്തേക്ക് വിടണം. ഇതാണ് പ്രാണായാമം എന്ന് യോഗശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ പ്രക്രിയ 12ഓ 16ഓ പ്രാവശ്യം ആവർത്തിക്കണം. ജപധ്യാനങ്ങളോടുകൂടി ചെയ്യുന്നത് സഗർഭവും അതില്ലാതെ ചെയ്യുന്നതിന് വിഗർഭം എന്നും പറയുന്നു. ഇപ്രകാരം ചെയ്യുമ്പോൾ വിയർപ്പുണ്ടാകുന്നത് അധമവും വിറയലുണ്ടാകുന്നത് മധ്യമവും ഭൂമി വിട്ട് പൊങ്ങുന്നത് ഉത്തമവും ആകുന്നു. വിഷയങ്ങളിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ചരിക്കുന്ന മനസ്സിനെ തന്റെ അധീനത്തിലാക്കുന്നതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇനിയും പറഞ്ഞു തരാ. അങ്കുഷ്ടം, കാലുമുട്ട്, നെരിയാണി, മൂലദേശം, ലിംഗം, നാഭി, ഹൃദയം, അണ്ണാക്ക്, തൊണ്ട, ഭ്രൂമധ്യം. ഭ്രൂമധ്യം എന്ന് പറഞ്ഞാൽ ഈ മൂക്ക് മുളക്കുന്ന സ്ഥലം, 2 കണ്ണിന്റെ പുരികത്തിന്റെ നടു, മൂക്ക്, അഴസ്ഥാനം, മൂർധാവ് എന്നിങ്ങനെയുള്ള 12 അംഗത്തിൽ പ്രാണവനെ പിടിച്ചു നിർത്തലാണ് ധാരണ. ചൈതന്യത്തിൽ ഏകാഗ്രമായിരിക്കുന്ന മനസ്സുകൊണ്ട് ഇഷ്ടദേവതയെ ധ്യാനിക്കലാണ് ധ്യാനം. ജീവാത്മാ പരമാത്മ ഐക്യം പ്രാപിക്കലാണ് സമാധി. ഇതാണ് അഷ്ടാംഗ യോഗം കേട്ടോ. അത് ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇനി മന്ത്രയോഗത്തെ പറഞ്ഞു തരാം. പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും അഗ്നിയും കൂടിച്ചേർന്ന ജീവബ്രഹ്മ ഐക്യമുള്ള ഈ വിശ്വം തന്നെയാണ് ഈ ശരീരവും. ശരീരത്തിൽ 3.5 കോടി നാടുകൾ ഉണ്ടെന്നറിഞ്ഞാലും അതിൽ പ്രധാനമായി 10 എണ്ണങ്ങളുണ്ട്. അതിൽ പ്രധാനം 3 എണ്ണമാണുള്ളത്. നട്ടലിൽ സൂര്യനും ചന്ദ്രനും അഗ്നിയും ഒത്തു നിൽക്കുന്ന ഇടഭാഗം ഇടാനാടിയും. ഈ നാടി ശക്തി രൂപമാണ്, സാക്ഷാൽ അമൃത വിഗ്രഹമാണ്. വലതു ഭാഗത്ത് പിങ്കളാനാടി, സുഷുമ്നാനാടി, വന്നി, തേജസ്വരൂപിണിയായി നടുവിൽ. സുഷുമ്നാനാടിയുടെ മൂലദേശത്തിലായി ചിത്രാനാടി, അതിൽ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. ദേവിനെ സ്തുതിക്കുമ്പോ പറയുന്നില്ല, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി സ്വരൂപിണി എന്ന് പറയുന്നുണ്ടല്ലോ. അത് ചേർന്ന് സ്വയംഭൂലിംഗം. അതിന്റെ മേധയായി മായാബീജ മന്ത്രരൂപമായ ഹ്രീങ്കാരം. അതിനും മേധയായി കുണ്ടലിനി ശക്തി. അതിന്റെ ആകൃതി ദീപശിഖ പോലെയാണ്. ആ നാടി ദേവി ആത്മികയാണ്, എന്നാൽ എന്നിൽ നിന്ന് ഭിന്നവുമാണ് കേട്ടോ. അതും അറിയണം. ഇതിന് ചുറ്റുമായി വാശാഷാസ എന്നിങ്ങനെ 4 ഇതളുള്ള സ്വർണവർണ്ണമുള്ള പത്മത്തെ ധ്യാനിക്കണം. അതിന്റെ മേലെയായി സ്വാധിഷ്ഠാനം, അതിന്റെയും മേലെയായി ജ്വലിക്കുന്ന തീ പോലെ ലിംഗാധിഷ്ഠാനം. മൂലം ഷഡ്കോണമായതുകൊണ്ട് മൂലാധാരമായി നിൽക്കുന്നു.
അതിന്റെ മീതെ നാഭീദശത്തിൽ തേജോമയമായ മണിപൂരക ചക്രം മണി പോലെ വിളങ്ങുന്നത് കൊണ്ടാണ് മണിപൂരകം എന്ന് പറയുന്നത്. മണി പോലെ തിളങ്ങും അതിങ്ങനെ. അതിൽ 10 ഇതളുകളുള്ള പത്മം, അതിൽ വിഷ്ണു സ്ഥിതി ചെയ്യുന്നു. അതിന്റെ മേതെ സൂര്യപ്രഭയുള്ള അനാഹത, അത് 12 ഇതളുകളോടുകൂടി ലസിക്കുകയാണ്. അതിന്റെ മധ്യത്തിലുള്ള 1000 സൂര്യൻ പ്രഭയുള്ള ബാണലിംഗം. ശബ്ദഭ്രമമായ ഈ അനാഹതം എന്ന പത്മമുണ്ടല്ലോ, മുനിമാരാൽ പ്രകീർത്തിക്കപ്പെട്ടതാണ്. ഇതിൽ രുദ്രൻ വസിക്കുന്നു. ഇതാണ് ആനന്ദഗേഹം എന്ന് പറയുന്നത്. ഇതിന്റെ മീതെ 16 തലങ്ങളുള്ള വിശുദ്ധം ഉണ്ട് കേട്ടോ. 16 സ്വരങ്ങൾ ചേർന്ന് ധൂമ്രവർണ്ണവുമാണ്. ജീവന് വിശുദ്ധി ഉണ്ടാക്കുന്നത് കൊണ്ട് അതിന് വിശുദ്ധം എന്നും ആകാശം എന്നും പേരുണ്ട്. ഇതിനെല്ലാം മീതെയാണ് ആത്മാവ് വസിക്കുന്ന ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിൽ വസിക്കുന്ന പുരുഷന് സർവ്വ പദാർത്ഥങ്ങളെയും കണ്ടറിയാൻ സാധിക്കുന്നു. ഇന്നത് ഇന്ന പോലെ ചെയ്യണമെന്ന് പരമേശ്വരന്റെ ആജ്ഞയുടെ സംക്രമണം ഭവിക്കുന്നത് കൊണ്ട് ആജ്ഞാചക്രം, അതിനും മീതെ കൈലാസം, അതിനും മീതെ രോധിനി, ഇപ്രകാരം ആധാര ചക്രങ്ങളെ പറ്റി ഹിമവാന് ദേവി പറഞ്ഞു കൊടുക്കുകയാണ്. ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്ത് ചോദിച്ചാലും ദേവി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഭക്തന്മാർക്ക്. സഹസ്രാരങ്ങൾ ചേർന്ന ബിന്ദുവിന്റെ സ്ഥാനം അതിനും മീതെയാണ് കേട്ടോ. ഇപ്രകാരം യോഗമാർഗത്തെ പറഞ്ഞു കൊടുത്തു. ആദ്യം പൂരകക്രിയയാൽ സ്വന്തം മനസ്സിനെ വായു സഹിതം മൂലാധാരത്തിൽ നിർത്തി കുണ്ടലിനി ശക്തിയെ ഉണർത്തണം. പിന്നീട് ബിന്ദു ചക്രത്തിൽ എത്തിക്കണം. പിന്നെ മുമ്പേ പറഞ്ഞ മാതിരി സ്വയംഭ്വാദി ലിംഗങ്ങളെയും ഭേദിച്ച് സഹസ്രാര പത്മസ്ഥനായ ശിവശക്തികളെ ധ്യാനിക്കണം. ശിവശക്തി സമാഗമത്താൽ ഉണ്ടാകുന്ന സുധയെ മായാശക്തിയെ കൊണ്ട് പാനം ചെയ്യിക്കണം. ആ സുധ കൊണ്ട് ക്ഷദേവതകളെ തർപ്പണം ചെയ്യണം. നിത്യം ഇത്തരത്തിൽ അഭ്യാസം ചെയ്താൽ ജന്യമരണ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടാം. ലോകേശ്വരിയായ എന്നിലുള്ള എല്ലാ ഗുണങ്ങളും സാധകന്മാർക്കും ഉണ്ടാകും. ഇതൊക്കെ പഠിച്ചു വെച്ച് ചെയ്യാൻ തുടങ്ങിയാൽ. ഇനി ചിത്തധാരണത്തെ പറ്റി പറയാം. മനസ്സ് ദേവിയിൽ ഉറപ്പിച്ചാൽ താമസമില്ലാതെ ജീവബ്രഹ്മൈക്യം സംഭവിക്കും. മനസ്സിൽ കളങ്കമുണ്ടെങ്കിൽ അത് സാധ്യമല്ല. ആ സമയം യോഗാഭ്യാസി എന്റെ സഗുണാകാരമായ രൂപം ഓർക്കണം. കേശാദിപാദം ക്രമത്തിൽ മന്ത്രത്താൽ ധ്യാനിച്ച് മനസ്സ് ശുദ്ധമാക്കി എന്റെ രൂപത്തെ സ്മരിക്കണം. സംവിത്തായ വേദിയിൽ മനസ്സുറക്കുന്നതുവരെ ജപഹോമങ്ങളോടുകൂടി ഉപാസന ചെയ്യണം. ജ്ഞാനത്തിന് മന്ത്രസമന്വിതം യോഗം ശീലിക്കണം കേട്ടോ. യോഗം കൂടാതെ മന്ത്രവുമില്ല, മന്ത്രം കൂടാതെ യോഗവുമില്ല. ഇത് രണ്ടും കൂടി ചേർന്നാലേ ബ്രഹ്മസിദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇരുട്ടുള്ള മുറിയിൽ വെളിച്ചമുണ്ടെങ്കിലല്ലേ വസ്തുക്കളെ കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ മന്ത്രസിദ്ധി കൊണ്ട് മാത്രമേ ആത്മാവിനെ കാണാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അഷ്ടാംഗ യോഗത്തെ പറ്റി ഞാൻ പറഞ്ഞു തന്നു. എത്ര ശാസ്ത്രം പഠിച്ചാലും ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശം കിട്ടിയാലേ ഈ യോഗങ്ങളെ പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി അടുത്തത്, നേരത്തെ പറഞ്ഞ ആസനങ്ങളിൽ ഇരുന്ന് അഷ്ടാംഗയോഗം ശീലിച്ച് ഭക്തിയോടുകൂടി എന്നെ ധ്യാനിക്കണം. ജ്ഞാനപ്രകാശത്തിൽ സമസ്ത ചരാചരങ്ങളോടുകൂടി വിശ്വത്തിനെ സങ്കല്പിക്കുക. ഈ ബ്രഹ്മരൂപം ശ്രേഷ്ഠതമമാണ്, ജ്ഞാനോത്തമവുമാണ്. ഇത് അണുക്കളിൽ പരമാണുവാണ് കേട്ടോ. അതിലാണ് ദീപ്തിമത്തായ ചരാചരം ഒതുങ്ങിയിരിക്കുന്നത്. ഈ രൂപം തന്നെയാണ് അക്ഷരവും പ്രാണനും വാക്കും മനസ്സും എല്ലാം. ഇത് തന്നെ, ഇത് സത്യവും അതുകൊണ്ട് തന്നെ അമൃതവുമാണെന്ന് തിരിച്ചറിയണം. കയ്യിൽ ഉപനിഷത്താകുന്ന ധനുസ്സെടുത്ത് ഏകാഗ്രമായ മനസ്സിൽ കുലച്ചു ഉപാസനയാകുന്ന ശരമെടുത്ത് തൊടുത്ത് ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് അയക്കുക. ഓംകാരം വില്ല്, ഹൃദയം ശരം, ലക്ഷ്യം ബ്രഹ്മം. ഇടറാതെ തൊടുത്തു വിട്ടാൽ ബ്രഹ്മത്തോട് ഐക്യം പ്രാപിക്കാം. സ്വർലോകവും ഭൂമിയും അന്തരീക്ഷവും പ്രാണനും മനസ്സും എല്ലാം കൂടി ഓർത്തിണക്കിയാൽ ആത്മാവാകും. മറ്റു സർവവും ത്യജിക്കുക. മോക്ഷമാർഗത്തിലേക്കുള്ള പാലമാണിത്. ബുദ്ധിപ്രത്യയങ്ങൾക്ക് സാക്ഷീഭൂതനായ ആത്മാവിനെ ക്രുദ്ധനെന്നും ഹൃഷ്ടനെന്നും ജനങ്ങൾ മറ്റ് പലതരത്തിലും പറയുന്നു. മുക്തിയും സൗഖ്യവും ലഭിക്കാൻ ദിവ്യമായ ഹൃദയാകാശത്തിൽ വാഴുന്ന ആത്മാവിനെ പ്രണവമായി തന്നെ ധ്യാനിക്കണം. മനോമയനായ പ്രാണശരീരം ഹൃദയത്തിൽ ബുദ്ധിയുമായി കൂട്ടുകൂടിയിരിക്കുന്നു. ഈ ജ്ഞാനം കൈവന്ന വിവേകി ആ സച്ചിദാനന്ദ സ്വരൂപത്തെ കാണുന്നു. ബ്രഹ്മത്തെ കണ്ടുകിട്ടിയാൽ ഹൃദയഗ്രന്ഥി ഭേദിക്കാം, കർമ്മങ്ങളും അവസാനിക്കും, എല്ലാ ശങ്കയും തീർന്നു കിട്ടും. ശുഭവും ശുഭ്രവും പ്രകാശമയവുമായതും നിഷ്കളങ്കവുമായ ആനന്ദമയ കോശസ്ഥമായ ബ്രഹ്മരൂപത്തെ ആത്മജ്ഞാനമുള്ളവർക്ക് കാണാൻ സാധിക്കും.
സൂര്യനും ചന്ദ്രനും താരകങ്ങളും പ്രകാശിക്കുന്നത് സ്വന്തം കഴിവുകൊണ്ടാണ്, അല്ലാതെ വേറൊരു വസ്തു അവയെ പ്രകാശിപ്പിക്കുന്നതല്ല. അത് മനസ്സിലാക്കണം. നാം കാണുന്ന വിശ്വം മുഴുവൻ ശ്രേഷ്ഠമായ ബ്രഹ്മം തന്നെയാണ്. ഇത് അനുഭവവേദ്യമായ മനുഷ്യൻ കൃതകൃത്യനും സുപ്രസന്നനും ആയിരിക്കും. ഞാൻ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ അല്ല വസിക്കുന്നത്. ജ്ഞാനിയാകുന്ന ഭക്തന്റെ ഹൃദയമാകുന്ന താമരയിലാണ്. ഇത് തന്നെയാണ് ഭഗവാനും പറയാറ്. ജ്ഞാനിയായ ഒരു ഭക്തന്റെ പൂജ കോടി പൂജകൾക്ക് സമമാണ്. ചിത്തിൽ മനസ്സിലയിച്ച ഒരു മകനെ പ്രസവിച്ച അമ്മ തികച്ചും കൃതാർത്ഥയാണ്. അവന്റെ കുലവും പരിശുദ്ധമാവും, ജന്മനാട് ധന്യമാവുകയും ചെയ്യും. അങ്ങനെയുള്ള മകനാണ് മകൻ എന്നാണ് പറയുന്നത്. അങ്ങ് ചോദിച്ച ജ്ഞാനത്തെപ്പറ്റി ഞാനെല്ലാം പറഞ്ഞു തന്നു. ഇനി ഒന്നും ബാക്കിയില്ല. ഈ അറിവ് ശാസ്ത്രം പഠിച്ച ശിഷ്യനോടും ഭക്തിഗുണങ്ങൾ തികഞ്ഞ മൂത്തപുത്രനോട് ഉപദേശിക്കാം, അല്ലാതെ മറ്റൊരാളോട് ഉപദേശിക്കരുത് കേട്ടോ. ദേവന് സമമായ ഗുരുവിലും ഭക്തിയുടെ അറ്റം കണ്ട ജ്ഞാനിയിലും ഞാൻ പറഞ്ഞ എല്ലാ അറിവും പ്രകാശിച്ചു കാണുന്നുണ്ട്. ഈ വിദ്യ ഉപദേശിക്കുന്നവൻ മഹേശ്വരൻ തന്നെയാണ്. ആ അറിവ് തരുന്ന ഗുരുവിനോട് തക്ക പ്രതിഫലം ചെയ്യാത്തവൻ പ്രണബദ്ധൻ തന്നെ. ബ്രഹ്മജ്ഞാനം പകർന്നു തരുന്നവൻ പിതാവിനേക്കാളും ശ്രേഷ്ഠനാണ്. അച്ഛനോടുള്ള കടപ്പാട് മരണം വരെയേ ഉള്ളൂ, എന്നാൽ ഗുരുവിനോടുള്ള കടപ്പാട് എന്നും നിലനിൽക്കുന്നു. ബ്രഹ്മവിദ്യ ദാനം ചെയ്യുന്നവൻ ഗുരുവാണ് എന്ന് ശാസ്ത്രം ഉദ്ഘോഷിക്കുകയാണ്. ശാസ്ത്രം തന്നെ പറയുന്നതാണത്, ഞാൻ പറയുന്നതല്ല. ഗുരുവിന് രുദ്രന്റെ കോപം മാറ്റാൻ സാധിക്കും, എന്നാൽ രുദ്രന് ഗുരുവിന്റെ കോപം മാറ്റാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. അതുകൊണ്ട് ഏതു വിധേനയും ഗുരുപ്രസാദം യത്നിച്ചും സമ്പാദിക്കണം. കഷ്ടപ്പെട്ടിട്ടായാലും ഗുരുവിന്റെ ആ പ്രസാദം സമ്പാദിക്കുക തന്നെ വേണമെന്ന് പറയുന്നമ്മ. മനസാ വാചാ കർമ്മണ ഗുരുവിന്റെ വാക്കിൽ അതീവ ശ്രദ്ധയുണ്ടാകണം, അല്ലെങ്കിൽ കൃതജ്ഞനായി തീരും. അതിന് പ്രായശ്ചിത്ത കർമ്മവുമില്ല. പണ്ട് അഥർവണ മുനി ഇന്ദ്രനോട് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തരാൻ പറഞ്ഞു. മറ്റു വല്ലവർക്കും പറഞ്ഞു കൊടുത്താൽ ശിരച്ഛേദം ചെയ്യുമെന്ന പ്രതിജ്ഞയെടുത്ത് ഇന്ദ്രൻ മുനിക്ക് വിദ്യ ഉപദേശിച്ചു. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമുണ്ടോ? കുറെ കഴിഞ്ഞപ്പോൾ അശ്വിനി ദേവകളെ വിദ്യ ഉപദേശിച്ചു തരാൻ മുനിയോട് അഭ്യർത്ഥിച്ചു. തന്റെ പ്രതിജ്ഞ മുനി അവരോട് പറഞ്ഞപ്പോൾ ദേവന്മാർ ഒരു യുക്തി പ്രയോഗിച്ചു. മുനിയുടെ ശിരസ് വെട്ടി പകരം ഹയശീർഷം വെച്ച് ബ്രഹ്മവിദ്യോപദേശം വാങ്ങി ഇന്ദ്രൻ ഹയശീർഷം വെട്ടി പ്രതിജ്ഞാപാലനം ചെയ്തു. മുനിയുടെ യഥാർത്ഥ ശിരസ് വീണ്ടും അശ്വിനി ദേവകൾ, അവരും വൈദ്യന്മാരാണല്ലോ, ശിരസിൽ യോജിപ്പിച്ച് മുനിയെ പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു. എന്താന്ന് ആലോചിച്ചു നോക്കിക്കോ. വളരെയധികം പരിശ്രമിച്ച് കിട്ടുന്ന ഈ ബ്രഹ്മവിദ്യയെ നല്ലപോലെ ഗ്രഹിക്കുന്നവൻ ധന്യനും കൃതകൃത്യനുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രഹ്മരൂപ വർണ്ണനം എന്ന 36-ാം അധ്യായം ദേവിയുടെ തൃപ്പാദങ്ങളെ സമർപ്പിക്കുകയാണ് നമ്മൾ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.